കൽക്കി 2898 AD. ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച് കണ്ടിട്ടുള്ള ഒരു ഇന്ത്യൻ ടെലിവിഷൻ സീരീസാണ് 2013 പുറത്തിറങ്ങിയ മഹാഭാരതം സീരീസ്. എത്രമാത്രം ഗംഭീരവും മനോഹരവുമാണോ മഹാഭാരതം എന്ന കഥ, അതിനെ പരിപൂർണതയിൽ കാണിച്ചു തരാൻ ഈ സീരീസിന് കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും ഡെപ്തുള്ള ഒരു പുരാണ കഥ ഇന്ത്യയിൽ നിലനിന്നിട്ടും എന്തുകൊണ്ടാണ് അതിനെ ഒരു സിനിമയാക്കി ലോകത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് കഴിയാത്തതെന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ കഥയോടും കഥാപാത്രങ്ങളോടും 100% നീതി പുലർത്താൻ കഴിയുമോ എന്ന സംശയം കാരണമായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമയാക്കാൻ വേണ്ട ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ എന്തായാലും കാലം ഇത്ര കാത്തിരുന്നിട്ടാണെങ്കിലും മഹാഭാരതം എന്ന ഗംഭീര കഥയുമായി ഒരു ചെറിയ റെഫറൻസ് ഒക്കെ നൽകി സയൻസ് ഫിക്ഷനും ഫാന്റസിയും ഒക്കെ ചേർത്ത് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ഒരു ബിഗ് ബഡ്ജറ്റ് ചലച്ചിത്രമാണ് കൽക്കി 2898 AD. ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് തോന്നിയ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോഴേക്കും ഇനി കഥ കത്തിക്കയറും എന്നൊരു ഉറപ്പ്. ആ ഉറപ്പ് സത്യമാണെന്ന് തെളിയിച്ച ഒരു സെക്കൻഡ് ഹാഫ്. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കൽക്കി. ചില VFXും ആനിമേഷൻസും ഒക്കെ വളരെ ബോറായിട്ട് തോന്നിയെങ്കിലും അതിന് നേർ വിപരീതം എന്നോണം മാർവൽ DC സിനിമകളിൽ എന്നപോലെ ക്വാളിറ്റിയുള്ള ചില സീൻസും ഈ സിനിമയിലുടനീളമുണ്ടായിരുന്നു. ഒരു മലയാളി എന്ന നിലയിൽ മലയാള സിനിമാ നടീനടന്മാരുടെ ക്യാമിയോ റോൾസ് ഒക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവരോരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളും അവരുടെ സ്ക്രീൻ പ്രസൻസും ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ 600 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമയിലെ സംഗീതം ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. തുടക്കം തൊട്ട് അവസാനം വരെ വളരെ ഗംഭീര നിലവാരം പുലർത്തി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത ഒരു വിഭാഗമായിരുന്നു ഈ സിനിമയിലെ സന്തോഷ് നാരായണന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ബാഹുബലിയിലെ പോലെ പനകെട്ടി വലിച്ചെറിയുന്ന കോമഡി ഐറ്റംസ് ഒന്നും ഈ സിനിമയിലില്ലെങ്കിലും ഫസ്റ്റ് ഹാഫിലെ ചില ഫൈറ്റ്സും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും പ്രഭാസിന്റെ ഇൻട്രോയുമൊക്കെ വളരെ ക്രിഞ്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇന്നും ഒരു നല്ല സൈഫൈ ഫാന്റസി ചലച്ചിത്രം ചെയ്തു ഫലിപ്പിക്കാൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഫിലിം സ്റ്റാർസിന്റെ ഫാൻ ബേസിനെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ടും കഴിവുള്ള ഡയറക്ടേഴ്സിന് സിനിമ ചെയ്യാനുള്ള സ്പേസും സപ്പോർട്ടും ലഭിക്കാത്തതുകൊണ്ടുമാണ്. പിടിച്ചു നിർത്താൻ സെക്കൻഡ് ഹാഫിൽ ചുരുളഴിഞ്ഞ കഥയും ചില ഗംഭീര കാസ്റ്റിംഗ്സും ആ ബാക്ക്ഗ്രൗണ്ട് സംഗീതവുമൊന്നുമില്ലായിരുന്നെങ്കിൽ കൽക്കി 2898 AD വെറും ഒരു ആവറേജ് സിനിമയായി മാറിയേനെ. മഹാഭാരതം എന്ന കഥ എത്രമാത്രം പൊട്ടൻഷ്യലുള്ള ഒരു മിത്തോളജിയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലോക സിനിമയ്ക്ക് മുൻപിൽ കഥാപാത്രങ്ങളോടും കഥയോട് നീതി പുലർത്തി ഒന്നല്ല 1000 സിനിമകൾ മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കി ചെയ്താലും അവ ജനങ്ങൾ ഏറ്റെടുക്കും. കാരണം മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം കർണനെ സ്നേഹിച്ചവരാണ് നമ്മൾ. കൗരവ പാണ്ഡവ യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടും വായിച്ചും വളർന്നവരാണ് നമ്മൾ. എന്തായാലും കൽക്കി പാർട്ട് 2 ഗംഭീരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.